നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണ്. സരോജിനി നായിഡു 1879 ഫെബ്രുവരി 13-നാണ് ജനിച്ചത്. 1879 ഫെബ്രുവരി 13-നാണ് ആര് ജനിച്ചത്? സരോജിനി നായിഡു ജനിച്ചത്. അതുപോലെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സരോജിനി നായിഡു ഒരു കവയിത്രിയായിരുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു വനിതയായിരുന്നു സരോജിനി നായിഡു. അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻതൂക്കം നൽകിയ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണത്തിലൊക്കെ മുന്നിട്ടിറങ്ങിയ ഒരു വനിത കൂടിയായിരുന്നു ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ആര്? സരോജിനി നായിഡു. അതുപോലെ തന്നെ ഓർത്തു വെച്ചോണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കേട്ടോ, തെറ്റിപ്പോയത്. അതുപോലെ തന്നെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചതാരാണ്? ഗാന്ധിജിയാണ്. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചു. ആൻസർ ഗാന്ധിജി. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ആദ്യമായി വിളിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചു ഗാന്ധിജി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാകുന്ന ആദ്യത്തെ വനിത. സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാകുന്ന ആദ്യത്തെ വനിത ആരാണ്? സരോജിനി നായിഡുവാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ഗവർണറാകുന്ന ആദ്യത്തെ വനിത. ആരായിരുന്നു? സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിക്കുകയും ഗാന്ധിജിയോടൊത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു വനിതയായിരുന്നു ആര്? സരോജിനി നായിഡു. അതുപോലെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സരോജിനി നായിഡുവിൻ്റെ ബുക്കുകൾ ഏതൊക്കെയാണ്? സരോജിനി നായിഡുവിൻ്റെ ബുക്കുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാണ്? അതായത് ദ ഗോൾഡൻ ത്രഷോൾഡ്, അതുപോലെ ദ ബേർഡ് ഓഫ് ടൈം, അതുപോലെ തന്നെ ദ ബ്രോക്കൺ വിങ് കേട്ടോ. അങ്ങനെ 3 പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി? സരോജിനി നായിഡു രചിക്കുകയുണ്ടായി. അല്ലെങ്കിൽ സരോജിനി നായിഡുവിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുമ്പോൾ അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡുവായിരുന്നു. സരോജിനി നായിഡുവിൻ്റെ ബർത്ത്ഡേ ആയ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ വനിതാ ദിനം എന്നാണ്? ഫെബ്രുവരി 13.